ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വട്ടവട ഫോറസ്റ്റിലൂടെയാണ്. അപ്പോൾ നമുക്കിവിടെ ഇറങ്ങാനും ഫോട്ടോ എടുക്കാനൊന്നും അനുമതിയില്ല കേട്ടോ. നമ്മൾ കടന്നു പോകുന്നത് പാമ്പാടിശോല ദേശീയോദ്യാനത്തിൽ കൂടിയാണ് കേട്ടോ. അവിടെ വെറൈറ്റി സ്പീഷ്യസിലുള്ള ജീവികളുണ്ടെന്നാണ് പറയുന്നത്. കാരണം ഇത് കാടായതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള അനിമൽസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അറ്റാക്കിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയാണ് അവിടെ നിർത്തരുതെന്ന് അവർ പറയുന്നത്. ഞങ്ങൾ നിർത്തിയൊന്നുമില്ല കേട്ടോ. ഞങ്ങളപ്പോൾ അന്ന് സ്റ്റേ ചെയ്യുന്നത് ഈ കാടിനകത്ത് തന്നെ ഗവൺമെൻറ് സ്റ്റേ ഉണ്ട്. പിന്നെ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അത് കാണാം കേട്ടോ. ഞങ്ങളപ്പോൾ അവിടെ നേരത്തെ ചെക്ക് ഇൻ ചെയ്തത് കൊണ്ട് തന്നെ വട്ടവട ഗ്രാമം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതി പോവുകയാണ്. കേരളത്തിൽ 6 ദേശീയോദ്യാനങ്ങളാണുള്ളത്. അതിലൊന്നാണ് ഈ പാമ്പാടുംചോല ദേശീയോദ്യാനം. 2003 ഇതൊരു ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത്. ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാവുന്നത് യുക്കാലിപ്സും പൈൻ മരങ്ങളുമാണ് കേട്ടോ. അപ്പോൾ ഇതിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു ഫ്രഷ്നെസ്സും കൂടി നമുക്ക് കിട്ടുന്നതായി തോന്നും. അങ്ങനെ വട്ടവട ഗ്രാമം എത്തി. ഞങ്ങൾ ആദ്യം തന്നെ വിസിറ്റ് ചെയ്തത് അവിടുത്തെ ഒരു സ്ട്രോബെറി ഫാം ആയിരുന്നു. പക്ഷേ സ്ട്രോബെറി ഫാമിൻ്റെ അവിടെ എത്തിയപ്പോൾ ചേച്ചിമാർ പറയുകയാണ്, ഇതിപ്പോൾ സീസണായി വരുന്നുള്ളൂ, അതുകൊണ്ട് സ്ട്രോബെറീസ് ഒന്നും അധികം ഇല്ല, നമുക്ക് ഫാമിൽ കയറി ജസ്റ്റ് ഒന്ന് കാണാനേ പറ്റുള്ളൂ, നമുക്കൊന്നും പറിക്കാൻ പറ്റില്ല. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അതൊരു ഫെബ്രുവരി ടൈമിലാണ് ഞങ്ങൾ വിസിറ്റ് ചെയ്തത്. അപ്പോൾ നിറച്ച് സ്ട്രോബെറീസ് ആയിരുന്നു. നമുക്ക് തന്നെ ആവശ്യമുള്ളത് പിക്ക് ചെയ്യാം. അല്ലുക്കുട്ടി മെയിനായിട്ട് സ്ട്രോബെറീസ് പറിക്കാൻ വേണ്ടിയാണ് വട്ടവടയിലോട്ട് വന്നത് തന്നെ. പക്ഷേ അവർ അതിലൊന്നും തൊടിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എന്നാലും ഞങ്ങൾ അവിടെ നിന്ന് സ്ട്രോബെറി മേടിച്ചു കേട്ടോ. പക്ഷേ ഭയങ്കര വിലയായിരുന്നു. ഒരു ചെറിയ ബോക്സിന് അവർ 200 രൂപയാണ് പറഞ്ഞത്. എന്ത് ഭംഗിയല്ലേ വട്ടവട ഗ്രാമം കാണാൻ. ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ആ ഫാമിൽ തന്നെ വിവിധ തരം ജാമുകളും ജ്യൂസും വൈനും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങളാകെ സ്ട്രോബെറി മാത്രമേ വാങ്ങിയുള്ളൂ. പിന്നെ അവിടെ കണ്ട പൂക്കളാട്ടോ ഇതൊക്കെ. ഇതിൻ്റെ വിത്തുകളൊക്കെ ചോദിച്ചാൽ അവർ തരും കേട്ടോ. പൂക്കളൊക്കെ കണ്ടിട്ട് കൊതിയായിട്ട് വയ്യ. പക്ഷേ ഇങ്ങനത്തെ പൂക്കളൊക്കെ എനിക്ക് തോന്നുന്നു അവരുടെ ക്ലൈമറ്റിൽ ഇത്ര ഭംഗിക്ക് വളരുള്ളൂ. നമ്മൾ അത് ഇവിടെ കൊണ്ടുവന്നാൽ നമ്മുടെ ക്ലൈമറ്റ് നല്ല ചൂടല്ലേ, അതൊന്നും വളരാൻ ചാൻസ് കുറവായിരിക്കും. ആ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോയാലാണ് അവർ വിൽക്കുന്ന ജാമും ജ്യൂസും അതൊക്കെ കാണാൻ പറ്റുക. ഞങ്ങൾ അങ്ങോട്ട് പോയില്ല എന്ന് തന്നെ പറയാം. നല്ല വെയിലുള്ള സമയമാണെങ്കിലും അവിടെ നല്ല തണുപ്പാട്ടോ ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. മൂന്നാറിൽ നിന്നും ഒരു 35 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമപ്രദേശമാണ് വട്ടവട. ഇവിടെ പ്രധാനമായും പഴക്കൃഷിയും പച്ചക്കറി കൃഷിയുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വർഷം മുഴുവൻ നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ സഞ്ചാരികൾക്ക് ഏത് സമയവും ഇവിടെ വരാവുന്നതാണ്. ഈ ഗ്രാമപ്രദേശം തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശം കൂടിയാണ്. യുക്കാലിപ്സ് മരങ്ങളും പൈൻ മരങ്ങളും പിന്നെ അപൂർവങ്ങളായിട്ടുള്ള ചിത്രശലഭങ്ങളെയും നമ്മൾക്ക് ഇവിടെ വന്നാൽ കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇവിടെ വന്നാൽ പലവിധ ട്രക്കിങ്ങുകളും ഇവിടുത്തെ ചേട്ടന്മാർ ഓഫർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വട്ടവട വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് അവിടെ വന്നിട്ട് മിനിമം ഒരു ദിവസമെങ്കിലും താമസിക്കണം. കാരണം നമുക്ക് അത്രയും കാഴ്ചകൾ കാണാനുണ്ട്. അപ്പോൾ യാത്രകൾ തുടരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്കും കമൻറ്റും ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം.